سلطان أحمد الكبير يا غوث الثقلين سلطان أحمد الكبير يا غوث الثقلين سلطان أحمد الكبير يا غوث الثقلين سلطان أحمد الكبير أغثنا 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 يا غياث المستغيثين يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم يسر عسيرنا وسهل كل أمورنا واقض كل حوائجنا أفله اللهم أفله امتحان تلاميذنا اللهم افلح امتحان تلاميذنا ببركة أوليائك المقربين يما ببركة شيخنا وسيدنا شيخ الأكبر السيد أحمد الكبير الرفاعي. രണ്ടാമത്തെ ഘട്ടം എല്ലാവരും ഈ ബൈത്ത് ചൊല്ലണം. എല്ലാവരും ചൊല്ലണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അഹ്മദുൽ കബീർ ശൈലില്ല. എൻ്റെ ഈണം ഞാൻ പറയാം. അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ്. നിർത്ത് യാ ശൈഖ് എന്ന് പറയാം. എന്താ പറയണ്ടേ? നല്ലോണം പറയാ. അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ്. യാ ശൈഖ് പോരാ. ഇതിൽ എത്ര ജിമ്മേ പോവാൻ അതിന്റെ ആ വോയിസിൽ അത് കിട്ടുന്നില്ലല്ലോ, പവർ കിട്ടുന്നില്ലല്ലോ. ഒന്നൊന്നും പവറിൽ പറയും. അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അഹ്മദുൽ കബീർ ശൈലില്ല. അല്ല, ശൈലില്ല എന്ന് പറയുമ്പോ യാ മൗല. വൃത്തം, മഞ്ചരി, അന്താക്ഷരി പ്രാസം, ആദ്യാക്ഷര പ്രാസം ഒക്കെ പഠിച്ചിട്ട് ഏത് മലയാളം. ഇനി അതല്ലെങ്കിൽ ഖുർആന്റെ ആദ്യത്തെ സൂക്തല്ലേ? മോയിൻകുട്ടി വൈദ്യർക്ക് എങ്ങനെ പ്രാസം കിട്ടിയെന്ന് വെച്ച് ഖുർആൻ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. പ്രാസം നോക്ക്. ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം. അത് മാത്രം നോക്കിയതാ. അഹ്മദുൽ കബീർ ശൈലില്ല യാ മൗല അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് യാ ശൈഖ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അഹ്മദുൽ കബീർ ശൈലില്ല. എല്ലാവരും നല്ല അതബോടുകൂടി ഇരിക്കുക. സംശയങ്ങൾ ഞാൻ പറഞ്ഞൊക്കെ തീർത്തരും. അല്ലാഹു തആല നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതെല്ലാം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറഞ്ഞ സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. 10-15 മിനിറ്റ് നേരത്തേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഘട്ടം അഥവാ 5 മിനിറ്റ് ദിക്റ് ചൊല്ലി 3 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു ദുആ. അത് കഴിഞ്ഞ ഉടനെ അതാണ് ഏറ്റവും ഫലം. മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ഹുളൂരിയത്തിന് ശേഷമുള്ള ദുആക്ക് പലപ്പോഴും ഇജാബത്ത് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, എൻ്റെ കിതാബ് അത് ഞാൻ നേരത്തെ ഈ പന്നീർ കൊടയണ്ടെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഇതുമലായി കഴിഞ്ഞത് 130 കൊല്ലം പൂർത്തിയാകാം. ഈ ഏപ്രിൽ 13
ഹിജ്റ വർഷം 1303 ഈ കിതാബ് കൈപ്പടയിൽ എഴുതിയത്. അപ്പൊ അത് തട്ടിയാണെങ്കിൽ പോയി പോകേണ്ട. സർക്കാർ ഒരുപാട് ചോദിച്ചത് അവിടെ മ്യൂസിയത്തിലേക്ക് കൊടുക്കാനിട്ടാണ്. പകരമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ നല്ല പോലെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനി ഞാൻ തൃശ്ശൂരിന് പുറത്തല്ല, അത് ഞാൻ പറഞ്ഞു. നിങ്ങൾ വിചാരിക്കണം ഞാൻ അസല് തൃശ്ശൂർക്കാരൻ. അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര ആവേശത്തിൽ. എന്റെ അസല് എടുക്കുന്നത് ചാവക്കാട്. അതാ തൃശ്ശൂർ ജില്ലയിൽ പരിപാടി എടുത്ത വലിയ ചാവക്കാട വല്യപ്പാവുണ്ട്. അഞ്ചങ്ങാടി പള്ളിന്റെ നേരെ മുമ്പിൽ അവിടെ മക്കാമുണ്ട് വല്യപ്പാവന്റെ. അവിടുന്ന് ഒരു ചില്ല് ഞങ്ങൾ കാപ്പാടേക്ക് എത്തിപ്പെടുത്തി. അപ്പൊ അസല് എങ്ങോട്ട് ഇവിടെ തന്നെ അല്ലേ? അസല് വിടാ. അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര കൂളായിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു പരിചയമില്ലാത്ത ആളെ എനിക്ക് ഇത്ര ധൈര്യത്തിൽ പറയാൻ പറ്റും. അപ്പൊ നമ്മളൊന്ന ഒരു ഒടപ്പറപ്പിങ്ങൾ ഞങ്ങളെ മലബാർ ഒടപ്പറപ്പിങ്ങൾ. അല്ലാഹു തആല ഈ ബന്ധം ആത്മീയ ബന്ധാക്കി തരുമാറാവട്ടെ. لوالا سيفان وطعنا لوالا والله شينا يا شيخ لوالا فجع وبينا المدد يا بنا رفاعي يا مولا لولا سيفا മൂർച്ചയേറിയ വാൾ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ മലയാളത്തിൽ ഗദ എന്ന് പറയുന്നത്, മലയാളത്തിൽ ഗദ, അറബിയിൽ ദബ്ബൂസ് എന്ന് പറയുന്ന ഈ ആയുധം എടുത്ത് വയറ്റിലേക്ക് കുത്തിയിറക്കുമ്പോൾ അതുപയോഗിച്ചതിന്റെ കാരണമായിട്ട് മോശമായ ഒരു കല ശരീരത്തിൽ കാണുന്നില്ല. അപ്പൊ പിന്നെ സംശയം ഉണ്ടാവും, വേദന ശരിക്കും ചെയ്തിട്ടുണ്ടോ? ഇല്ലേ, വേദന കടിച്ചമർച്ചായിരിക്കും. ഇത് ഉപയോഗിക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ ഇടയിൽ വേദനയും അനുഭവപ്പെടുന്നില്ല. വേദന ഞങ്ങൾ എന്ന് പറഞ്ഞത് ഒരു ഇസ്തിസ്നായിട്ട് പറഞ്ഞല്ല, അത് ഒരു ഭാഗത്ത് പുറത്താക്കില്ല. ഞങ്ങൾ എല്ലാവരും അതൊക്കെ അതാ ഞങ്ങൾ ദിക്ർ ചൊല്ലിയ എല്ലാവരും ഞങ്ങൾ പെട്ടതാണ്. ദിക്ർ ആരൊക്കെ ചൊല്ലിക്കോ?